ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കിടുക്കാച്ചി മീൻ കറി ആട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ, ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്ത് മീനായാലും, ചെറിയ മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു കറി നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതവിടെ ഒരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഈ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തത്. ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയുള്ളി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അപ്പോൾ ചെറിയുള്ളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 ചെറിയുള്ളി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനെല്ലാം ഇവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്ന ശേഷം മാത്രം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 15 മുളക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളകും കൂടെ ചേർത്തതാട്ടോ. അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവും കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ 2 മുളകും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകളൊന്നും വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നല്ലൊരു മൂത്ത സ്മെല്ല് വരുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഓയിൽ കളയണ്ട, ഈ വെളിച്ചെണ്ണ കളയണ്ട. നമ്മളിതിൽ തന്നെയാണ് ബാക്കി കറി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കേണ്ട എന്നുള്ള ആളുകളാണെങ്കിൽ കുറച്ചോളാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ ബാക്കി വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ബാക്കി വന്ന് സവോളയും അതുപോലെ കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല, മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്തും നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 10 ചെറിയ ഉള്ളി ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് മാത്രം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മസാല പേസ്റ്റിന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലോട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വലിയ തീയിലിട്ട് കൊടുത്താൽ ഈ മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3/4 കിലോ മീനാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മുങ്ങി വരാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനിടുന്ന മുൻപ് തന്നെ ഉപ്പും മസാലയും എരിവും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. ഇതിലേക്ക് ഞാൻ നേരത്തെ വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ആ മസാല പേസ്റ്റാക്കി എടുത്തത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോഴേക്കും നമുക്ക് മീനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ദശ കട്ടിയുള്ള മീനാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ മീൻ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വലിയ മീൻ തന്നെ വേണമെന്നില്ല. അയലാണെങ്കിലോ മത്തിയാണെങ്കിലോ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഈ മസാലകളും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ല തീയിലായിരുന്നു വെച്ചത്. അപ്പോൾ ഈ മീൻ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ തീയൊന്ന് നല്ല ചെറുതായിട്ട് സിമ്മായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മീനൊക്കെ എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോളാം. ഇനി നമുക്ക് ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി മീൻ ചേർത്ത് കൊടുത്തിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ മീനാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മീൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മീൻ കുക്കാവുമ്പോഴേക്ക് ഈ തക്കാളിയും നന്നായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. മീനും കൂടെ ചേർത്ത് തിളപ്പിച്ചപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പം മീനൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല കട്ടിയുള്ള ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് ഉപയോഗിക്കുക. ഇപ്പോൾ മീനിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ചൂട് പിടിച്ചാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഇതിനൊരു താളിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് ഈ കറി തലേ ദിവസം രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടാട്ടോ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് ഇതേപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക. പ്രത്യേകിച്ച് ഇതുപോലെ ദശ കട്ടിയുള്ള മീനാണെങ്കിൽ അപ്പോഴായിരിക്കും രാവിലെ ആകുമ്പോഴേക്കും അത് കൂടുതൽ ടേസ്റ്റിയായി മാറും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസമെങ്കിലും തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കുക ചോറിൻ്റെ കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ആയിരിക്കും. അതുപോലെ ഇത് ഒരുപാട് ചാറൊന്നും ഇല്ലാതെ കുറുകിയിരിക്കുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ, ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.